ഹായ് കൂട്ടുകാരെ, അപ്പോൾ റംസാൻ മാസമൊക്കെ അല്ലേ, നാളെ നോമ്പ് നോക്കണമെന്നുണ്ട്. അപ്പോൾ മുരിങ്ങ പറിക്കാൻ വേണ്ടി വന്നേന് കേട്ടോ. നാളേക്ക് രാവിലെ നീച്ച് താളിപ്പിട്ടാക്കാം. ഇപ്പം തന്നെ ഉണ്ടാക്കി വെച്ചാൽ കേടായില്ലേ. അപ്പം രാവിലെ നീച്ചിട്ട് താളിപ്പുണ്ടാക്കി. ചിക്കനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റത്തെ നോമ്പാണ്. അപ്പം ചിക്കനൊക്കെ ഉണ്ട്. ചിക്കനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇത് നാളെ ഒന്ന് ചൂടാക്കും. പിന്നെ മുരിങ്ങ ഊരി വെച്ചിട്ടുണ്ട് രാവിലെ താളിക്കാനുള്ളത്. ചോറാണ് രാവിലേക്കില്ലേ. ദേവുവോ? ദേവുട്ടിയെ നീക്കണില്ലേ? നീച്ച 4 മണിയായി. 5 മണിക്ക് ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും എല്ലാം കഴിയണം. വാ നീക്കി. താളിപ്പിനുള്ള കോഴിയും പൂക്കുണ്ട്. താളിപ്പിനുള്ള ഉള്ളിലുണ്ടോ. മുരിങ്ങ കുറച്ച് താളിക്കാം. ഇതാ കുറച്ചുള്ളൂ കേട്ടോ. ഞങ്ങൾ 2 ആളുള്ളൂ. അപ്പോൾ കുറച്ച് ചോറ് റെഡി. ഇതാ ചിക്കൻ വറുത്തുണ്ട്. മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം ഞാൻ. പിന്നെ ഇതാ തൈരുണ്ട്. വെള്ളം ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ ചൂടല്ലേ, വെള്ളം ഒഴിച്ച് കഴിച്ചു. പിന്നെ ചിക്കനും കൂട്ടി കഴിക്കുകയാണെങ്കിൽ അങ്ങനെ കഴിക്കാം. പിന്നെ അതാ അച്ചാറും ഉണ്ട് കേട്ടോ. നോക്ക്, ഇനി ഒന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കും. ഇനി നമ്മളൊന്നും കഴിക്കൂല. ഇനി വൈകുന്നേരം പഠിച്ചോ. മോള് പഠിക്കായിരുന്നു. ഞാൻ നേരെ അടുക്കളയിലോട്ട് വന്നു കേട്ടോ. ഏട്ടനൊന്നും നോമ്പില്ലാത്ത കാരണം ഒരു നീക്കുമ്പത്തിനും ദോശയും കറിയും ചോറും കറിയൊക്കെ ആവണം കേട്ടോ. നമ്മൾ കടയ്ക്ക് കൂടി പോണതല്ലേ. അപ്പോൾ ആ ടൈം ആകുമ്പത്തിന് എല്ലാം ആവണം. സമയമാണെങ്കിൽ ഇപ്പം 5:30 മണിയായിട്ടോ. ഇന്നത്തെ ദിവസം എന്തായാലും പെട്ടെന്ന് തീർന്ന മാതിരി തോന്നിട്ടോ. ആദ്യമായിട്ടേന്ന് നോമ്പ് എടുക്കണേ. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞതാ നമ്മൾ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഞങ്ങൾ നോമ്പ് തുറക്കാൻ വേണ്ടി പോവാണ് കേട്ടോ താത്താൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്ന് തുറവി താത്താൻ്റെ വീട്ടിലാണ്. താത്ത അത് അത്രയും വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് ഇപ്പോൾ ഇത്? സമൂസ ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, തരി ഉണ്ട്, ജ്യൂസ് ഉണ്ട്, പൊറോട്ട ഉണ്ട്, പത്തിരി ഉണ്ട്, പിന്നെ ഫ്രൂട്ട്സൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു തുറവി. കണ്ടോ, സമൂസ, ചിക്കൻ കറി ഉണ്ട്, ഇതാ പത്തിരി, പൊറോട്ട, പിന്നെ ഇതാ ഫ്രൂട്ട്സ് ഉണ്ട്, തരി ഉണ്ട്, ജ്യൂസ് ഉണ്ട്. ഇത്രയുണ്ട്. ഇതൊക്കെ പാടെ കഴിക്കുക അറിയില്ല. പിന്നെന്താ നാരങ്ങളുണ്ട്. പിന്നെ എന്താ പറയുക, കാരക്ക. നമുക്ക് തുറക്കാം. മെയിനായിട്ടുള്ള സംഭവം. സമയമായിട്ടില്ല, വെയിറ്റ് ചെയ്യാം കേട്ടോ. അല്ലേ, വെയിറ്റ് ചെയ്യില്ല നമ്മള്. താത്തതാ എല്ലാം ഉണ്ടാക്കി റെസ്റ്റ് എടുക്കണം കുഴങ്ങിയിട്ട്. ഇപ്പം ഇവിടെ വരന്നെ ഉള്ളൂ കേട്ടോ. വലിയ മരുവളുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വേറെ പോയി. ഇപ്പം ചെറിയ മരുവളും താത്തയും ഇപ്പയും തന്നെ ഉള്ളൂ കേട്ടോ. മക്കളൊക്കെ ഗൾഫിലാണ് 2 പേരും. ബാങ്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ 2 കാരക്ക എടുത്ത് തന്നിട്ട് താത്ത പറഞ്ഞു ഇത് കഴിച്ചോ എന്ന് പറഞ്ഞു. താത്തയും കഴിച്ചു കേട്ടോ. പിന്നെ ഇതാ നാരങ്ങ വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുടിക്കാൻ നമുക്ക് ഇനിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കുടിക്കാണ് കേട്ടോ. വെള്ളം മതി. സമൂസ ഇട്ടിട്ടേ അയ്യോ, ഇതൊക്കെ പാടെ ഇങ്ങനെ കഴിക്കുമ്പോ ഇപ്പൊ തന്നെ ഒരു ഭാഗത്തായി വയറങ്ങ് നിറഞ്ഞു. ചിക്കു ജ്യൂസ്. ചിക്കു വാങ്ങിയല്ലേ അങ്ങാടിന്ന്? വേണ്ടായോ? അതെ. ഇതൊക്കെ ഉണ്ടാക്കിയല്ലേ? പത്തിരി ഞാൻ വത്തിച്ച പത്തിരിയാ.
ഇന്ന് വേണ്ടേ ഇന്ന് പൊറാട്ട എന്താ വേണ്ടേ ജ്യൂസാ വേണ്ടത് നാരങ്ങ ഒക്കെ ടേസ്റ്റ് നോക്കാനാണ് കുറച്ച് കുടിക്കണം. ഒഴിച്ചു കൊടുക്കോക്കെ വയറ് നിറയില്ലായിരുന്നു. ആ കപ്പില് വെള്ളം കുടിച്ചപ്പോ തന്നെ വയറ് നിറഞ്ഞു. നാരങ്ങളെ കുടിക്കുമ്പോ തന്നെ വയറ് നമുക്ക് നിറയും. പിന്നെ ഇത് കുടിച്ചു ഇതപ്പോ വയറ് നിറഞ്ഞു. സപ്പസ് കിട്ടോ? ഞാൻ ഓരോ ക്ലാസ് കുടിച്ചാൽ അപ്പം ഇതിൽ നിന്ന് നടക്കും. അപ്പൊ ഇന്നത്തെ തുറവി അടിപൊളി അല്ലേ? സൂപ്പർ. താങ്ക് യു. ഞങ്ങളെ വീടിന്റെ ഇപ്പുറത്തെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. ഞങ്ങളെ വീട് അവിടെയാണ്, രണ്ടാമത്തെ വീടാണ്. എന്താണ്ടേ നീയാണോ അപ്പൊ നീയാണോ നീ എന്താ മതിയോ ഇന്ന് മുന്തിരിയാ കുട്ടിക്ക് എന്താണ് ബത്തക്ക നാളെ നാളെ പുലർച്ചെ 5 മണിയാവേണ്ട വരെ അല്ലേ? ഇനി നമുക്ക് 4:45 വരെ കഴിക്കാം അല്ലേ? ഇപ്പൊ ബാങ്ക് സുബൈക്ക് ആ ബാങ്ക് കൊടുക്കണ വരെ തിന്നാം. അല്ലെങ്കിൽ പുലർച്ചെ 5:30 ആക്കിക്കണോ? 5:30 ബാങ്ക് കൊടുക്കാന് ഞാൻ ഇന്നൊക്കെ 4:45 തിന്നിരുന്നു. അല്ലേ ഞാൻ പേടിച്ച് 5 മണിക്ക് എങ്ങാനും പിന്നെ പറ്റൂലല്ലോ എന്ന് പറയുന്നത്. 4:45 അപ്പത്തിന് നമ്മള് കഴിച്ചൂലടി. ഞാനോ ചോറുണ്ടാക്കിയിരുന്നു, പിന്നെ മുരിങ്ങ പൂരി വെച്ചിരുന്നു, രാവിലെ ഞാൻ താളിച്ചു. പിന്നെ എന്താ ആ തൈര് ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ വറുത്തു ഇതെടുത്ത് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചോറൊക്കെ രാത്രി ഉണ്ടാക്കി വെച്ചു. അപ്പൊ അത് കഴിച്ചു ഞങ്ങള്. എന്നിട്ട് ഓള് പിന്നെ കുറച്ചു നേരം പഠിക്കായിരുന്നു. പിന്നെ ഞാൻ രാവിലെ കടയ്ക്ക് പോണ്ടേ ചോറ് കൂട്ടാനൊക്കെ ഞാൻ പിന്നെ പോയി. ഞങ്ങളിപ്പോ എന്താ ഞങ്ങക്ക് നിസ്കരിക്കാനൊന്നുമില്ല. ഈ വെള്ളമല്ല നോൻപുറക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം. എന്താ വെള്ളം കുടിക്കണ്ട പിന്നെ അപ്പൊ ഇന്നത്തെ നോൽമ്പ് അടിപൊളിയായിട്ടോ. മുത്താത്ത ഏതായാലും സൽക്കാരം സൂപ്പർ. ഇതാണ് കുടിച്ചേണ്ട വെള്ളം. എന്താണ് ഒന്ന് വായിച്ചു നോക്കാം. വെള്ളം അല്ലേ നോട്ടെ. അങ്ങനെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്നപ്പോൾ ഏട്ടന് കുറച്ച് പത്തിരിയും കറിയൊക്കെ കൊടുത്തയച്ചിരുന്നു കേട്ടോ താത്ത.